രാജ്ഭവനിലെ ഭാരതാംബ ഗവർണറുടെ മർക്കട മുഷ്ടി കാരണം വിവാദമായിരിക്കുകയാണ്. രാജ്ഭവനിൽ നടക്കേണ്ട പരിസ്ഥിതി ദിനാഘോഷത്തിലാണ് ഭാരതമാതാവ് ചർച്ചാ വിഷയമായത്. വേദിയിൽ സ്ഥാപിച്ച RSSന്റെ കാവിക്കൊടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ പിടിവാശി നടപ്പില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ഇതോടെ CPM നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സർക്കാരിന് ദേശീയ ചിഹ്നങ്ങളോട് ബഹുമാനമില്ലെന്ന പ്രചാരണവുമായി RSS രംഗത്തിറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭാരതാംബ ദേശീയ ചിഹ്നമാണോ? ഇപ്പോൾ കാണുന്ന സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഭാരതാംബയും ഒറിജിനൽ ഭാരതാംബയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രവീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകൻ അപരീന്ദ്രനാഥ ടാഗോറാണ് 1905 യഥാർത്ഥ ഭാരതമാതാവിനെ വരച്ചത്. അദ്ദേഹത്തിന് ഈ ആശയം കിട്ടുന്നത് വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്ന ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന നോവലിൽ നിന്നാണ്. ഇതിൽ സന്യാസിനിയെ പോലെ കാഷായ വസ്ത്രമണിഞ്ഞ ഭാരതമാതാവിന് 4 കൈകളാണുള്ളത്. ഒരു കൈയിൽ കൃഷിയെ സൂചിപ്പിക്കുന്ന കറ്റ, മറ്റൊരു കൈയിൽ വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന താളിയോല, മൂന്നാമത്തെ കൈയിൽ വെളുത്ത ഖാദി തുണി, 4ാമത്തെ കൈയിൽ ജപമാല എന്നിവ ഏന്തിയിട്ടുണ്ട്. എന്നാൽ RSS ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഭാരതമാതാവ് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. RSS ആചാര്യനായ VD സവർക്കർ 1920കളുടെ അവസാനത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ നിന്നാണ് ഈ ചിത്രം രൂപം കൊണ്ടത്. ചിത്രത്തിൽ ഒരു സിംഹത്തോടൊപ്പം നിൽക്കുന്ന ദേവീരൂപത്തിന്റെ ഒരു കൈയിൽ RSSന്റെ കാവിക്കൊടിയാണുള്ളത്. ഒരു ഹൈന്ദവ പുരാണങ്ങളിലും ഭാരതാംബ എന്ന ആശയമില്ല. ഇന്ത്യ ഒരിക്കൽ പോലും ഭാരതമാതാവിനെ ഔദ്യോഗിക ചിഹ്നമായി സ്വീകരിച്ചിട്ടില്ല. ഭാരതമാതാവ് എന്ന യഥാർത്ഥ സങ്കല്പത്തിൽ നിന്ന് മാറി RSS സൃഷ്ടിച്ച ചിത്രം ഔദ്യോഗികമാക്കാനാണ് RSSകാരനായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ശ്രമിക്കുന്നത്. ഔദ്യോഗിക ചിഹ്നമല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഉത്തരവിറക്കാൻ ഒരു ഗവർണർക്കും അധികാരമില്ലെന്നതാണ് വസ്തുത.